എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ പ്രായമുള്ളവർക്ക് അല്ലാഹു ഒരു അധികാരം തന്നിട്ടുണ്ട്. എന്താ അധികാരം? നിന്റെ കണ്ണിന്റെ മുമ്പിൽ തെറ്റ് നടക്കുന്നത് കണ്ടാ നീ അത് തിരുത്തണം. നീ നാട്ടുകാരെ നന്നാക്കണ്ട, മഹല്ലുകാരെ നന്നാക്കണ്ട, പള്ളിയിലെ ഇമാമിനെ നന്നാക്കണ്ട. നീ ആദ്യം പോയിട്ട് നിന്റെ വീട് നന്നാക്ക്. അവിടെ നിനക്ക് ആരുമില്ലല്ലോ, ആ വീട്ടിലെ ഭരണാധികാരി നീയാണല്ലോ. നിന്റെ ഭാര്യ, നിന്റെ മക്കൾ എന്തെല്ലാം അല്ലാഹുവിന്റെ പരിശുദ്ധ ദീനിനെതിരായിട്ട് നിന്റെ കുടുംബത്തിൽ നടക്കുന്നു. ഒരു കല്യാണം വന്ന് നോക്കിയേ, മയ്യത്ത് ചുമന്നുകൊണ്ട് വരുന്ന പോലെ ഇന്ന് കൊണ്ടുവരുന്നേ. ഞാൻ ഈ അടുത്ത് ഹമീദാണെന്ന് തോന്നുന്നു എനിക്കൊരു വീഡിയോ അയച്ചു തന്നു. പടച്ചോനെ, ഒരു കല്യാണ പയ്യൻ. ഞങ്ങളുടെ നാട്ടിലൊക്കെ മയ്യത്ത് കബറടക്കുമ്പോൾ മുകളിൽ ഇങ്ങനെ തുണി പിടിച്ചിട്ട് കബറടക്കും. ഇതുപോലെ കല്യാണ പെണ്ണിനെ കൊണ്ടുവരിക. എന്തൊക്കെ കോലവാടോ കാണിക്കുന്നേ! അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിനെതിരായിട്ട് നിന്റെ വീടിന്റെ അകത്ത് നടക്കുന്ന പേക്കൂത്തുകൾ അത് തിരുത്ത. അത് നാട്ടുകാരല്ല, കണ്ടവന്റെ മക്കളല്ല, നിന്റെ മക്കൾ. താടിയും തഴമ്പും നിനക്കുണ്ട്. ഇത് ചോദിക്കുമ്പോ ഇപ്പൊ പറയണം, ഇപ്പൊ എല്ലാ സ്ഥലങ്ങളിലും ഇതൊക്കെ നടക്കുന്നതല്ലേ, എല്ലാ സ്ഥലങ്ങളിലും നടക്കുന്നതല്ലേ. പിന്നെ പറയുന്ന ഒരു ന്യായമുണ്ട്, പിള്ളാരല്ലേ, കുട്ടികളല്ലേ, നമ്മൾ എന്ത് ചെയ്യാനാ, കുട്ടികളായിപ്പോയി. നാണമില്ലേ മുസ്ലിമെ നിനക്കിത് പറയാൻ? എന്റെ ഉപ്പാനോട് ചോദിക്കുന്നു, നിനക്ക് നാണമില്ല ഇത് പറയാൻ? നിനക്ക് നിന്റെ കൈ കൊണ്ട് തടയാൻ പറ്റുമെങ്കിൽ കൈ കൊണ്ട് തടയ്, നാവ് കൊണ്ട് തടയാൻ പറ്റുമെങ്കിൽ നാവ് കൊണ്ട് തടയ്. ഇല്ലെങ്കിൽ ഈ നിക്കാഹ്, ഈ പരിപാടിക്കൊന്നും എന്നെ കിട്ടില്ല എന്ന് പറയാനുള്ള ചങ്കൂറ്റം ഉണ്ടാകണം. എന്ത് നിനക്ക്? പലരും ഇത് പറയാൻ മടിക്കുന്നു. എത്ര വലിയ തെറ്റാണെന്നറിയുമോ? തെറ്റ് കണ്ടിട്ട് തിരുത്തിയില്ലെങ്കിൽ അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഉറക്കപ്പറ, അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു തെറ്റ് കണ്ടിട്ട് തിരുത്തിയില്ലെങ്കിൽ അള്ളാഹു തരുന്ന ഒരു ശിക്ഷ ഞാൻ പറഞ്ഞു തരാം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു തെറ്റ് കണ്ടിട്ട് തിരുത്തിയില്ലെങ്കിൽ ഒരു പ്രവാചകന്റെ ചരിത്രം പഠിപ്പിക്കുന്നുണ്ട്. ആ പ്രവാചകന്റെ സമുദായത്തോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, നിങ്ങൾ ശനിയാഴ്ച ദിവസം നിങ്ങൾ മീൻ പിടിക്കാൻ പോകാൻ പാടില്ല. അവരോട് പറഞ്ഞു, നിങ്ങൾ ഇന്ന ദിവസം മീൻ പിടിക്കാൻ പോകാൻ പാടില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്നിട്ട് അനുസരിക്കാതെ എല്ലാവരും മീൻ പിടിക്കാൻ പോവാ. ആ പ്രവാചകൻ പറഞ്ഞിട്ട് അനുയായികൾ കേൾക്കാതെ അവർ മീൻ പിടിക്കാൻ വേണ്ടി പോകുന്നുണ്ട്. അപ്പൊ എന്ത് ചെയ്തു എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ? ആ പ്രവാചകൻ ദുആ ചെയ്തു, അല്ലാഹുവേ പടച്ചവനെ, ഇവരെ നീ കോലം മറിച്ചേക്കണേ തമ്പുരാനെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു പ്രവാചകന്റെ സമുദായം നിങ്ങൾ ഇന്ന ദിവസം മീൻ പിടിക്കാൻ പോകാൻ പാടില്ല എന്ന് കൽപ്പനയുണ്ടായിട്ട് ആ കൽപ്പന ധിക്കരിച്ചുകൊണ്ട് എല്ലാവരും മീൻ പിടിക്കാൻ പോയി. അപ്പൊ അള്ളാഹുവിന്റെ അദാബ് ഇറങ്ങി ഇവരുടെ കോലം മറിച്ചു കളയാൻ. അള്ളാഹുവിന്റെ കൽപ്പന അനുസരിക്കാതെ മീൻ പിടിക്കാൻ പോകുന്നവരുടെ കോലം മറയ്ക്കാൻ അള്ളാഹുവിന്റെ അദാബ് ഇറങ്ങി. അപ്പൊ ആ പ്രവാചകൻ ദുആ ചെയ്ത്, പടച്ചവനെ, അള്ളാഹുവേ, ആദ്യം പടച്ചവനെ കോലം മറിക്കേണ്ടത് ഈ മീൻ പിടിക്കാൻ പോയവരെ അല്ല, ഈ കരകിലിരിക്കുന്നവരെ. കാരണം എന്തേ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ കടലിൽ മീൻ പിടിക്കാൻ പോകുന്നവരുടെ കൈ പിടിച്ചിട്ട് ഇത് തെറ്റാണ്, പോകല്ലേ എന്ന് ഇവര് പറഞ്ഞില്ല. എടോ, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ ഒരാൾ പറയണം, നമ്മൾ പറഞ്ഞു കൊടുക്കാൻ കഴിയണം. അവരോട് തെറ്റു കണ്ടാൽ നമ്മൾ തിരുത്തി കൊടുക്കണം, ഇല്ലെങ്കിൽ അത് വലിയ അദാബാ. നമ്മുടെ ഏറ്റവും വലിയ പരാതി, നമ്മൾ പറഞ്ഞാൽ കേൾക്കില്ല, നമ്മളെ കളിയാക്കും, നമ്മളെ പരിഹസിക്കും. സ്വന്തം പെണ്ണുപിള്ള പോലും കൂടെ നിൽക്കത്തില്ല, സ്വന്തം മക്കൾ പോലും നിൽക്കത്തില്ല. ഇപ്പൊ പുതിയ തങ്ങൾ ഇറങ്ങിയിരിക്കുക, വലിയ മഹാനായിരിക്കുക. എന്നാടാ നീ കുളിച്ചു കയറി പള്ളി വന്ന് പരിഹസിക്കും നിന്നെ? നിന്റെ വീടിന്റെ അകത്ത് നിന്റെ ഭാര്യ ഫർദ ഊരിക്കടിഞ്ഞിട്ട് സാരി ഉടുത്തിയിട്ട് എന്റെ പ്രിയപ്പെട്ടവരെ പല പേക്കൂത്തുകൾ കാണിക്കുമ്പോ നീ പറയുമ്പോ നിന്റെ ഭാര്യ തന്നെ പറയും, പുതിയ മഹാൻ വന്നിരിക്കുന്നു, ഓ ഇന്നലെ വരെ നടന്ന ആളാ, കളിയാക്കും നിന്നെ, പരിഹസിക്കും നിന്നെ. എന്നാൽ എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരോട് പറയുന്നു, അല്ലാഹു നിങ്ങൾക്ക് തരുന്ന പ്രതിഫലം എന്താ? ഒരു തെറ്റ് ചെയ്യുന്നത് കണ്ടിട്ട് തിരുത്തി കൊടുത്താൽ അനുസരിക്കുകയോ അനുസരിക്കാതിരിക്കുകയോ അതൊക്കെ അവരുടെ ഇഷ്ടമാണ്. നിനക്ക് പറയാൻ കഴിയുമോ? നിനക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയുമോ? അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? പടച്ചവനെ, നാളെ ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്ക് സൂർ എന്ന് പറയുന്ന കാഹളത്തിൽ രണ്ടാമത് മൂതുന്ന ഒരു ദിവസമുണ്ടല്ലോ. പള്ളിപ്പറമ്പിൽ നിന്ന് നമ്മൾ എല്ലാവരും എഴുന്നേറ്റ് വരികയാണ്. നാളെ പടച്ച റബ്ബിന്റെ കോടതിയിൽ കടന്നു വരികയാണ്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി വ സ്വാഹിബതിഹി വ ബനീഹി. ഒരാളും തിരിഞ്ഞു നോക്കാനില്ലാത്ത ദിവസം, ഒരാളും കണ്ട പരിചയം കാണിക്കാത്ത ദിവസം. അവിടെ വാപ്പയില്ല, ഉമ്മയില്ല, ഭാര്യയില്ല, മക്കളില്ല, കൂടപ്പറപ്പില്ല, ഒരാളും നമ്മളെ തിരിഞ്ഞു നോക്കില്ല. ആ പടച്ച റബ്ബിന്റെ കോടതിയിലെ ചെമ്പിന്റെ തറകിൽ ഇങ്ങനെ നിൽക്കുകയാണ്. എല്ലാവർക്കും ചൂടെടുക്കുന്നില്ല, വല്ലാത്ത ചൂടല്ലേ ഉസ്താദേ, വല്ലാത്ത
ചൂടാണ്, സഹിക്കാൻ കഴിയുന്നില്ല. AC ഇല്ലാതെ ഫാനില്ലാതെ ഒരു മിനിറ്റ് പോലും. എന്തിനാണ് മക്കാമിന്റെ ഉള്ളിൽ കയറിയിട്ടിറങ്ങുമ്പോ പടച്ചവനെ വല്ലാതെ ശരീരം വിയർക്കുകയാണ്. ഒരു മിനിറ്റ് ഫാനൊന്ന് തിരിച്ചു വെച്ചപ്പോ എന്റെ ശരീരം വല്ലാതെ വിയർക്കുകയാണ്, വല്ലാത്ത ചൂടെടുക്കുകയാണ്. പടച്ചവനെ ഇതൊക്കെ ചൂടാണോ ചെറുപ്പക്കാരാ? പെങ്ങളെ ഇട്ടിരിക്കുന്ന ഫർദയുടെ ഉള്ളിലൂടെ വിയർപ്പ് തുള്ളി ഒഴുകുമ്പോൾ വല്ലാത്ത ചൂടാണെന്ന് സങ്കടം പറയുന്നല്ലോ. ഇല്ല പെങ്ങളെ, 15 കോടി 15 ലക്ഷം കിലോമീറ്റർ മുകളിൽ നിൽക്കുന്ന സൂര്യൻ അസ്തമിച്ചിട്ട് 10 മണിയായപ്പോ നീ ചൂടിനെ കുറിച്ച് പറയുകയാ. എന്നാൽ അല്ലാഹുവിന്റെ കോടതിയില് ഈ കോടാനുകോടി കിലോമീറ്റർ മുകളിൽ നിൽക്കുന്ന സൂര്യനുണ്ടല്ലോ, എന്റെയും നിങ്ങളുടെയും തലയുടെ ഒരു ചാണ് മുകളിലാണ്, ഒരു ചാണ് മുകളിലാണ്. അല്ലാ, ഉടുതുണിയില്ലാതെ നിൽക്കുകയാ, ഒരു നൂൽബന്ധം പോലുമില്ലാതെ നഗ്നരായിട്ട് നിൽക്കുകയാണ്. അപ്പോഴാണ് തലയുടെ ഒരു ചാണ് മുകളിൽ ഈ സൂര്യൻ ഇങ്ങനെ അല്ലാഹു താഴ്ത്തുമ്പോ അടുക്കളയിൽ ഉമ്മ ചോറ് വെക്കുമ്പോ കലത്തിന്റെ സൈഡിൽ പോയി നിൽക്കണേ. നാളെ ചോറ് വെക്കുന്ന സമയത്ത് കലത്തിന്റെ അടുക്കൽ പോയി നിന്ന ചോറിങ്ങനെ തിളച്ചിട്ട് കലത്തിന്റെ മുകളിലൂടെ പുറത്തേക്ക് വീഴുകയാ. ഇതുപോലെ എന്റെയും നിങ്ങളുടെയും തലയോട്ടിക്കകത്ത് കിടക്കുന്ന തലച്ചോറുണ്ടല്ലോ, ചൂടുള്ള നാളുണ്ട്, യാമം നാളാ. ചുരുക്കി പറഞ്ഞാൽ എന്തു ഹാലാ ചൂള. വണ്ടോശ വണ്ടിയോ മായി വരുന്നേ കാള. ക്ഷീണത്തിനാലൊലിക്കുന്നതാണേ ഈള. സുഹൃത്തുക്കളെ തിളയ്ക്കുന്നതാണ് മൂള. അമലൊന്നുമില്ല തങ്ങു ചെന്ന കോള. തലച്ചോറ് തിളച്ചിട്ട് മുഖത്തുകൂടെ ഒഴുകുന്ന ദിവസമാണ് മസ്സറ. ആ പടച്ച റബ്ബിന്റെ കോടതിയിലേക്ക് തന്റെ കണ്ണിന്റെ മുമ്പിൽ ഒരു തെറ്റ് കണ്ടപ്പോൾ തിരുത്തി കൊടുത്ത ഉപ്പമാരെ, ഉമ്മമാരെ, നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ നീ ചെല്ലുമ്പോ വെച്ചിരിക്കുന്ന കാലം നനക്കണമെങ്കിൽ അല്ലാഹു തീരുമാനിക്കണം. വെച്ചിരിക്കുന്ന കാലം ചലിപ്പിക്കണമെങ്കിൽ, തലവൊന്നുയർത്തി നോക്കണമെങ്കിൽ ലോകത്തിന്റെ അധിപനായ പടച്ച റബ്ബ് തീരുമാനിക്കാതെ, അല്ലാഹു ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാതെ ഒരു മനുഷ്യന് പോലും അവന്റെ കാല് പോലും ചലിപ്പിക്കാൻ കഴിയില്ലെന്ന് നബിതങ്ങൾ പഠിപ്പിക്കുമ്പോ വഴുത് കേൾക്കുന്ന ഉമ്മമാരെ, പ്രസവത്തിന്റെ വേദനയെ കുറിച്ച് നിനക്കറിയുമല്ലോ. നാളെ പടച്ച റബ്ബിന്റെ കോടതിയിലെങ്ങാനും ഒരു ഗർഭിണിയായ പെണ്ണുണ്ടെങ്കിൽ അവള് പ്രസവിക്കുന്ന വേദന അറിയില്ല. ആയിഷ അറിയാതെ പ്രസവിച്ചു പോകുന്ന മസ്സറയുണ്ടല്ലോ. അല്ലാഹുവിന്റെ കോടതിയിൽ വിചാരണയും കാത്തു നമ്മൾ ഇങ്ങനെ നിൽക്കുമ്പോ വയുനാദിൽ മുനാദി മിൻ ഖിബലിർ റഹ്മാൻ. അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് വിളിക്കുകയാ, അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് വിളിക്കുകയാ. വയുനാദിൽ മുനാദി മിൻ ഖിബലിർ റഹ്മാൻ. അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് വിളിക്കുകയാണ്. എന്നിട്ട് പറയുന്നു വയദ്ഖുലൂനൽ ജന്ന ബിഗൈരി ഹിസാബ്. ഇന്ന് നിനക്ക് വിചാരണയില്ല, ഇന്ന് നിനക്ക് വിചാരണയില്ല. ഈ പരലോകത്ത് കിടന്നു നീ കഷ്ടപ്പെടണ്ട. ആ കാണുന്നതാണ് സ്വർഗം, ആ കാണുന്നതാണ് സ്വർഗം. ആ സ്വർഗത്തിലേക്ക് നീ കടന്നു പൊക്കോ. ആരെയാ പറഞ്ഞു വിടുന്നതെന്നറിയോ? പള്ളി കെട്ടിക്കൊടുത്തവന്റെ പ്രതിഫലമല്ല, ഹജ്ജ് ചെയ്തവന്റെ പ്രതിഫലമല്ല, ഉംറ ചെയ്തവന്റെ പ്രതിഫലമല്ല, ഖുർആൻ പഠിച്ചവന്റെ പ്രതിഫലമല്ല, സദഖ കൊടുത്തവന്റെ പ്രതിഫലമല്ല, തഹജ്ജുദ് നിസ്കരിച്ചവന്റെ പ്രതിഫലമല്ല, വഅദ് പറഞ്ഞവന് കിട്ടുന്ന പ്രതിഫലമല്ല, വഅദ് കേൾക്കുന്നവന് കിട്ടുന്ന പ്രതിഫലമല്ല. പിന്നെ ആർക്കല്ലാഹു കൊടുക്കുന്ന പ്രതിഫലമെന്നറിയോ? തന്റെ കണ്ണിന്റെ മുമ്പിൽ ഒരു തെറ്റ് കണ്ടപ്പോ മോനെ അത് പാപമാടാ, മോനെ അത് തെറ്റാടാ എന്ന് തിരുത്തി കൊടുക്കുന്നവന് അല്ലാഹു കൊടുക്കുന്ന
പ്രതിഫലമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, തെറ്റ് കണ്ടാ തിരുത്തണേ വാപ്പാ. നീ നാട്ടുകാരെ നന്നാക്കണ്ട, മഹല്ല് നന്നാക്കണ്ട, കമ്മിറ്റിക്കാരെ നന്നാക്കണ്ട, ഉസ്താദന്മാരെ നന്നാക്കണ്ട. ആദ്യം നീ നന്നാക്, നിന്റെ ഭാര്യ നന്നാക്ക്, നിന്റെ മക്കളെ നന്നാക്ക്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറഞ്ഞത്, ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ വഖൂദുഹന്നാസ് വൽ ഹിജാറ. നീ താടി വളർത്തിയാ പോരാ, നീ മാത്രം രക്ഷപ്പെട്ടാ പോരാ, നിന്റെ ഭാര്യയെ രക്ഷപ്പെടുത്തണേ, നിന്റെ മക്കളെ രക്ഷപ്പെടുത്തണേ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, നാട് നന്നാക്കണ്ട. എല്ലാരും ആദ്യം നന്നാക്കുന്നത് നാട്, മഹല്ല്, ഇതൊന്നും അല്ലടോ. ആദ്യം നമുക്ക് നന്നാകാൻ കഴിയണം, പിന്നെ നമ്മുടെ ഭാര്യയും മക്കളെയും നമുക്ക് നന്നാക്കാൻ കഴിയണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഉറക്കപ്പറ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇപ്പൊ നിങ്ങൾ എന്നോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഇന്നലെയും ഉസ്താദന്മാര് പ്രസംഗിച്ചപ്പോ ഏതോ ഒരു ഉസ്താദിന്റെ പ്രസംഗത്തിന്റെ താഴെ പറയുന്നുണ്ട്, ആദ്യം കേരളം നന്നാക്കുക, പിന്നെ കർണാടക നന്നാക്കുക. ഇന്നലെ ഏതോ ഉസ്താദ് അബ്രാരി ഇങ്ങനെ ഏതോ ഒരു ഉസ്താദിന്റെ വാഴതൊക്കെ പറയുന്നുണ്ട്. സിറാജിന്റെ താഴെ ഒരു കമന്റ് ഉണ്ട്, ആദ്യം നാട് നന്നാക്കാൻ. എടോ, നിങ്ങളിപ്പോ ഇത് പറയുമ്പോ നിങ്ങൾ എന്നോട് പറയുന്നുണ്ട്, സിറാജ് ആദ്യം നീ നന്നാകും, ആദ്യം ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ആരെയും നന്നാക്കാൻ വേണ്ടിയല്ല ഞാൻ വാഴ്ന്നു പറയുന്നത്. അതിനിപ്പോ പത്തനാപുരത്ത് നിന്ന് ഇവിടെ വരെ വരേണ്ട കാര്യമുണ്ടോ? എടാ, നീ ഇരിക്കണ ഉസ്താദന്മാരൊക്കെ എത്ര മനോഹരമായി. എടാ, ഹത്തീബ് ഉസ്താദിന്റെ കല്യാണമൊക്കെ എന്ന് പറഞ്ഞു. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ഉസ്താദിന്റെ കല്യാണമൊക്കെ ഇവിടെ ഇത്ര ഇരിക്കണ പണ്ഡിതം, ഈ വേദിയിൽ ഇരിക്കുന്ന എത്ര പേര് എന്നെക്കാലം നല്ല വാഴ്ന്നു പറയുന്നവരുണ്ട്. ഇപ്പൊ ചെറുപ്പക്കാരൊക്കെ നല്ല വാഴ്ന്നു പറയും. കല്യാണ പന്തലിൽ കയറിയിട്ട് വാഴ്ത, പണ്ട് പാട്ടായിരുന്നു, ഇപ്പൊ വാഴ്ത പറയണേ. ഇപ്പൊ അറിവ് കൂടി 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 കാസർഗോഡ് സിനിമാ തിയേറ്ററിന്റെ ഉള്ളിനകത്ത് കയറിയിരുന്നിട്ട് ആമീൻ പറയുന്ന മക്കളുടെ കാലം. അള്ളാഹു നമ്മളെ നന്നാക്കി തരുമാറാകട്ടെ, അള്ളാഹു നമ്മളെ നന്നാക്കി തരുമാറാകട്ടെ. എടോ, വഴല് പറയുന്നത് ഞാൻ നിങ്ങളെയല്ല, നിങ്ങളെ നന്നാക്കാനല്ല ഞാൻ വഴല് പറയുന്നത്. ഒരിക്കലും നിങ്ങൾ അങ്ങനെ കരുതരുത്. ഞാൻ വഴല് പറയുന്നത് എനിക്ക് നന്നാകാൻ വേണ്ടിയാ. അള്ളാഹു എന്നെ ഒന്ന് നന്നാക്കി തരുമാറാകട്ടെ. കരുണയില്ലാത്ത മനുഷ്യന്മാര്. എടോ, നിങ്ങൾ 40 പേര് കൂടുതലുണ്ട്, ആരുടെയെങ്കിലും ഒരാളുടെ ആമീ മതി ഞാൻ നന്നാകാൻ. ഒന്നും ആമീൻ പറഞ്ഞേ. അള്ളാഹു എന്നെ നന്നാക്കി തരുമാറാകട്ടെ, അള്ളാഹു നിങ്ങളെയും നന്നാക്കി തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ നമ്മുടെ കുടുംബത്തെ നന്നാക്കണം, നമ്മുടെ മക്കളെ. നീ നാട് നന്നാക്കാൻ, എടാ, നിന്റെ വീട്ടിലെ നിയമം നീയല്ലേ. നിനക്ക് പുറത്തിറങ്ങിയിട്ട് ആരെ ഉപദേശിക്കാൻ കഴിയില്ല. നിന്റെ വീട്ടിലെ ഭരണാധികാരി നീയാണ്. നിന്റെ ഭാര്യയ്ക്ക് ചെലവിന് കൊടുക്കുന്നത്, നിന്റെ മക്കൾക്ക് ചെലവിന് കൊടുക്കുന്നത് നീയാ. അവിടുത്തെ പ്രധാനമന്ത്രി നീയാ. ആ വീട്ടിൽ എന്ത് നടക്കണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശം നിനക്കുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അവിടെയാണ് നീ ഭരിക്കേണ്ടത്. അവിടെ നിനക്ക് നിയമങ്ങൾ ഉണ്ടാക്കാം. നിന്റെ കണ്ണിന്റെ മുമ്പിൽ തെറ്റു കണ്ടിട്ട് നീ തിരുത്തുന്നുണ്ടോ? നീ പള്ളിയിലെ ഉസ്താദിന്റെ ഫാത്തിഹായിക്ക് എവിടെയാണ് അക്ഷരം തെറ്റ്? ഇതാ തിരയണേ. കമ്മിറ്റിക്കാരെ തിരയ. ഇടം ഫാത്തിഹയുടെ അർത്ഥം പോലും അറിയാത്തവനാ ഉസ്താദിന്റെ ഫാത്തിഹ തിരയുന്നേ. എന്റെ പ്രിയപ്പെട്ട സഹോദര, അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, നാളെ പടച്ചറപ്പിന്റെ പരലോകത്തേക്ക് ജനങ്ങൾ ഇങ്ങനെ കടന്നു വരുമ്പോൾ ഈ സദസ്സിലിരിക്കുന്ന ഒരു മനുഷ്യൻ ഇങ്ങനെ എഴുന്നേറ്റ് വരികയാണ്. അവനെ കാണുമ്പോ ജനങ്ങൾ മുഖം തിരിക്കുകയാ. ദുർഗന്ധം കാരണം അവനെ കാണുമ്പോൾ ജനങ്ങൾ മുഖം തിരിക്കുകയാണ്. അല്ലാഹു അവന്റെ മുഖത്ത് നോക്കാറില്ല, അല്ലാഹു അവനോട് സംസാരിക്കാറില്ല, അല്ലാഹു അവനോട് ഒരു കരുണയും കാണിക്കാറില്ല. അല്ലാഹു കൈവിട്ടാ പിന്നെ നിന്നെ രക്ഷപ്പെടുത്താൻ ആരാട്? അങ്ങനെ ഒരാളും നിന്നെ തിരിഞ്ഞു നോക്കില്ല. ഏതു മനുഷ്യനെന്നറിയോ? തന്റെ ഭാര്യയും മക്കളും തെറ്റു ചെയ്യുന്നത് കണ്ടിട്ട് തിരുത്താത്തവനാ. സ്വന്തം ഭാര്യയും മക്കളും തെറ്റു ചെയ്യുന്നത് കണ്ടിട്ട് അതിനെ തിരുത്തി കൊടുക്കാത്ത വാപ്പാ, അതിനെ തിരുത്തി കൊടുക്കാത്ത ഭർത്താവേ, അല്ലാഹു നിനക്ക് തരുന്ന ശിക്ഷയാണ്. അല്ലാഹു നിന്റെ മുഖത്ത് പോലും നോക്കില്ല മോനെ. നീ എത്ര വലിയ ആലിമാകട്ടെ, തങ്ങളാകട്ടെ, പണ്ഡിതനാകട്ടെ, ജമാഅത്തിന്റെ പ്രസിഡന്റ് ആകട്ടെ, സെക്രട്ടറി ആകട്ടെ, പള്ളിയിലെ ഇമാമാകട്ടെ, വഅദ് പറയുന്നവനാകട്ടെ, നാട്ടിലെ ഹാജിയാരാകട്ടെ, ആരുമാകട്ടെ, തെറ്റു ചെയ്യുന്നത് കണ്ടാ തിരുത്തിക്കോ. ഇല്ലെങ്കിൽ അല്ലാഹു നിന്നെ വെറുതെ വിടത്തില്ല, അല്ലാഹു നിന്നെ വെറുതെ വിടത്തില്ല. അത് ഏത്
ഏത് സാഹചര്യത്തിലാണെങ്കിലും തിരുത്തി കൊടുക്ക്. എന്റെ പ്രിയപ്പെട്ടവരെ, ചെറുത് വലുതെന്ന് കാണരുത്. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്, ഇസ്ലാമിന്റെ രണ്ടാമത്തെ ഖലീഫയായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു സുബഹിക്ക് പള്ളിയിൽ ഇമാമത്ത് നൽകുകയാണ്. പടച്ചവനെ, സൂറത്തു ത്വാഹ ഓതികെട്ടാണ് നിസ്കരിക്കുന്നത്. നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോ അബൂ ലുഅ്ലുഅ എന്ന് പറയുന്ന മജൂസിയായ മനുഷ്യനുണ്ടല്ലോ, കടാരയുമായി, വിഷം കടത്തിയ കടാരയുമായി പള്ളിക്കകത്ത് കയറി വന്നിട്ട് പള്ളിയിലെ ഇമാമിന്റെ അടിവയറ്റിലേക്ക് കുത്തിക്കേറ്റുകയാണ്. ഉമർ തങ്ങൾ അടിവയറ്റിലേക്ക് കത്തിയവിടെന്ന് കുത്തിക്കേറ്റി ഇറങ്ങി ഓടുമ്പോ നിസ്കരിച്ചു കൊണ്ടിരുന്ന 17ഓളം വരുന്ന സ്വഹാബത്തിനെ കുത്തിമലർത്തി. എന്നിട്ട് അബൂ ലുഅ്ലുഅ ഇറങ്ങി ഓടുകയാണ്. പടച്ചവരെ, ഉമർ തങ്ങൾ രക്തമീണ് കൊണ്ട് പിടന്ന് വീഴുകയാണ്. അവസാനം മരണത്തോട് മല്ലടിച്ചു കൊണ്ട് കിടക്കുകയാ. വായിലൂടെ ഒഴിക്കുന്ന വെള്ളമുണ്ടല്ലോ, അടിവയറ്റിലൂടെ പുറത്തേക്ക് പോകുന്ന രീതിയിൽ മരണത്തോട് മല്ലടിച്ചു കൊണ്ട് കിടക്കുന്ന ഉമർ തങ്ങളുടെ ചാരത്ത് അതാ ഒരു ചെറുപ്പക്കാരൻ കടന്നു വരികയാണ്. യാ അമീറുൽ മുഅ്മിനീൻ, അമീറുൽ മുഅ്മിനീൻ ഉമർ തങ്ങളെ, നിങ്ങൾ എന്തിനാ കരയുന്നത്? നിങ്ങൾ എന്തിനാ കരയുന്നത്? നിങ്ങൾ എത്ര വലിയ ഭാഗ്യവാനാ, നിങ്ങൾ എത്ര വലിയ ഭാഗ്യവാനാ, നിങ്ങൾ എന്തിനാ കരയുന്നത്? അല്ലാഹു നിങ്ങൾക്ക് ചെയ്ത അനുഗ്രഹം എന്തെന്നറിയോ? മരണത്തോട് മല്ലടിച്ചു കൊണ്ട് കിടക്കുന്ന ഉമർ തങ്ങളുടെ മുമ്പിൽ ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് പറഞ്ഞ വാക്കാട്, ഏ ഉമർ തങ്ങളെ, നിങ്ങൾ ആരായിരുന്നെന്നറിയോ? അല്ലാഹുവിന്റെ പ്രവാചകനെ കൊല്ലാൻ പോയ മനുഷ്യനാ, അല്ലാഹുവിന്റെ റസൂലിന്റെ തലയെടുക്കാൻ പോയവനാ ഉമർ. അല്ലാഹു ഹിദായത്ത് തന്നില്ലേ? നബി തങ്ങൾ ഇഷ്ടപ്പെട്ട സ്വഹാബിയായില്ലേ? മുസ്ലിമാകാൻ പറ്റിയില്ലേ? ബദരീങ്ങളിൽപ്പെട്ട സ്വഹാബിയായില്ലേ? സ്വർഗം കൊണ്ട് വാഗ്ദാനം ചെയ്യപ്പെട്ട 10 സ്വഹാബികളിൽ ഒരാള് നിങ്ങളല്ലേ ഉമറേ? ഇസ്ലാമിന്റെ 4 ഖലീഫയിൽ രണ്ടാമത്തെ ഖലീഫ നിങ്ങളല്ലേ? നിങ്ങൾ എത്ര വലിയ ഭാഗ്യവാനാ, നിങ്ങൾ എത്ര വലിയ ഭാഗ്യവാനാ. അവസാനം ആ ചെറുപ്പക്കാരൻ പറയുകയാണ്, അല്ലാഹുവേ, യുദ്ധം ഹറാമാക്കിയ നാട്ടിൽ കിടന്നിട്ട് ഷഹീദായി മരിക്കാൻ അല്ലാഹു ഭാഗ്യം തന്നില്ലേ? ഈ മദീനത്ത് കിടന്നിട്ട് ഷഹീദായി മരിക്കാൻ അല്ലാഹു ഭാഗ്യം നൽകിയില്ലേ? ഇതിനെക്കാളും കൂടുതൽ നിങ്ങൾക്ക് എന്തേ വേണ്ടത്? പടച്ചവനെ, ഉമർ തങ്ങൾ ചിരിക്കുകയാ, സന്തോഷം കൊണ്ട് കരയുകയാ. ഈ ചെറുപ്പക്കാരൻ പറഞ്ഞത് മുഴുവനും സത്യമാണല്ലോ. എനിക്ക് ഈ മദീനത്ത് കടന്ന് ഷഹീദാകാൻ ഭാഗ്യം കിട്ടിയല്ലോ, എനിക്ക് അല്ലാഹു ഹിദായത്ത് തന്നല്ലോ. ഇതിനെക്കാളും വലുതെന്ത് എനിക്ക് വേണ്ടത്? ആ ചെറുപ്പക്കാരന് ഇതെല്ലാം പറഞ്ഞിട്ട് അവിടെ നിന്ന് തിരിച്ച് ഇറങ്ങി പോകുമ്പോ ഉമർ തങ്ങളൊരു കാഴ്ച കാണുകയാ, ഉമർ തങ്ങളൊരു കാഴ്ച കാണുകയാ. പതുക്കെ എഴുന്നേക്കുകയാണ്, പതുക്കെ എഴുന്നേക്കുകയാണ്. അടിവയറ്റിൽ ഇങ്ങനെ കൈ ഇങ്ങനെ ചേർത്ത് വിളിച്ചിട്ട് ഉമർ തങ്ങൾ വിളിക്കുന്നു, യാ ബുനയ്യ, ഏ പൊന്നുമോരെ, ഏ പൊന്നുമോരെ. എന്റെ മനസ്സുകൾക്ക് കുളിർമയുണ്ടാകുന്ന കാര്യങ്ങൾ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്ന ചെറുപ്പക്കാരാ, ഒന്ന് നിൽക്കടാ മോനെ, ഒന്ന് നിൽക്കടാ മോനെ. എന്നിട്ട് ഉമർ തങ്ങൾ പറഞ്ഞത് എന്തെന്നറിയോ? ഏത് സമയത്താണെന്നറിയോ? മരിക്കാൻ കിടക്കുന്ന സമയത്ത്, മരണത്തോട് മല്ലടിക്കുമ്പോഴാണ് ആ ചെറുപ്പക്കാരനോട് പറഞ്ഞു, മോനെ, നിന്റെ വസ്ത്രം ഞെരിയാണിക്ക് താഴെ കിടക്കുകയാ, നീ ധരിച്ചിരിക്കുന്ന വസ്ത്രം ഞെരിയാണിക്ക് താഴെയാ മോനെ. അത് അല്ലാഹുവിന് ഇഷ്ടമില്ലാത്ത സ്വഭാവമാ. ഞെരിയാണിക്ക് താഴെ വസ്ത്രം ഇട്ടുകൊണ്ട് നടക്കുന്നത് അല്ലാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യമാണ്. അത് അഹങ്കാരത്തിന്റെ അടയാളമാണ്. വസ്ത്രം വലിച്ചിടച്ചുകൊണ്ട് നടക്കുന്നത് അഹങ്കാരത്തിന്റെ അടയാളമാണ്. അത് അല്ലാഹുവിന് ഇഷ്ടമല്ല, അത് അല്ലാഹുവിന് ഇഷ്ടമല്ല. ആ വസ്ത്രം നേരെ ഇടുക്കും മോനെ. മരണത്തിന്റെ വേളയിലാ പറഞ്ഞു കൊടുക്കുന്നത്. തെറ്റു കണ്ടാൽ ഏതു സമയമാണെങ്കിലും തിരുത്തണം ചെറുപ്പക്കാരാ. തെറ്റു തന്നെയാ വാപ്പാ,
സ്വന്തം മക്കളാകട്ടെ, നിന്റെ ഭാര്യയാകട്ടെ, ഏത് സമയത്താണെങ്കിലും തിരുത്തി കൊടുക്കാൻ കഴിയണം. സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു വീടിന്റെ അകത്തിരുന്ന് ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോഴാണ് ശത്രുക്കൾ വീടിന്റെ അകത്തേക്ക് ഇരച്ചു കയറി. ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്ന ഉസ്മാൻ തങ്ങളെ വെട്ടുകയാണ്, അവിടെ നിന്ന് വെട്ടിക്കൊല്ലുകയാണ്. ശരീരത്തിലേക്ക് വാളുകൊണ്ട് വെട്ടുമ്പോ ഭാര്യ നിലവിളിച്ചുകൊണ്ട് ചാടി എഴുന്നേക്കുകയാണ്. നായിലാ ബീവി റളിയല്ലാഹു തആല അൻഹ അവിടെ നിന്ന് ചാടി എഴുന്നേറ്റിട്ട് വെട്ടാൻ പോകുന്നവന്റെ വാളിൽ കയറി ഇങ്ങനെ പിടിക്കുകയാ. റബ്ബേ, തന്റെ ഭർത്താവിനെ കൊല്ലല്ലേ, തന്റെ ഭർത്താവിനെ വെട്ടല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഭാര്യ നിലവിളിച്ചുകൊണ്ട് കരയുമ്പോ സയ്യിദുനാ ഉസ്മാൻ എന്ന് പറയുന്ന സ്വഹാബി അവിടെ നിന്ന് വിളിക്കുന്നു, നായില, വാള് വിട് നായില, വാള് വിട് നായില, കരയല്ലേ നായില, കരയല്ലേ നായില, എന്റെ കാര്യം വിട്ടേക്ക് നായില, അവരെന്ത് വേണമെങ്കിലും എന്നെ ചെയ്യട്ടെ, അവരെന്നെ കൊല്ലട്ടെ നായില, എനിക്ക് പേടിയില്ല, എനിക്ക് പേടിയില്ല, എനിക്ക് പേടി നിന്റെ കാര്യത്തിലാണ്. എന്തെന്നറിയുമോ നായില, നിന്റെ തലമുടി പുറത്തു കാണുന്നു നായില. ഭർത്താവിനെ കൊല്ലുന്നത് കണ്ടപ്പോ നിലവിളിച്ചുകൊണ്ട് ചാടി എഴുന്നേറ്റപ്പോ ഭാര്യയുടെ ഒരു മുടി ഇങ്ങനെ പുറത്തു കാണുകയാണ്. അപ്പോഴാണ് ഉസ്മാൻ തങ്ങൾ പറയുന്നത്, ഔറത്തു മറയ്ക്കുനായില്ല, ഔറത്തു മറയ്ക്കുനായില്ല. അന്യ പുരുഷന്മാരുടെ മുമ്പിൽ നിന്റെ ഔറത്തു മറയ്ക്ക്, നിന്റെ മുടി അവര് കാണുന്നു, നിന്റെ ഔറത്ത് അവര് കാണുന്നു. അല്ലാഹനെ പേടിക്കാനായില്ല, എനിക്ക് അല്ലാഹനെ വല്ലാത്ത പേടിയാനായില്ല. ആ മരണത്തിന്റെ വേളയിൽ പോലും തന്റെ ഭാര്യയുടെ ഒരു തലമുടി പുറത്തു കണ്ടപ്പോ അവിടെ നിന്ന് തിരുത്തിയെന്ന് ചരിത്രം പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, മക്കളെ നല്ല സ്വഭാവമാണ് മോനെ, വാപ്പമാരെ നല്ല സ്വഭാവമാ, തെറ്റു കണ്ടാ തിരുത്തണേ. കൈകൊണ്ട് തടയാൻ പറ്റുന്നത് കൈകൊണ്ട് തടയ്, നാവ് കൊണ്ട് തടയാൻ പറ്റുന്നത് നാവ് കൊണ്ട് തടയ്, ഇല്ലെങ്കിൽ നിനക്ക് വെറുക്കാമല്ലോ. ഇതിനൊന്നും ഞാൻ കൂടൂല, ഇതൊന്നും ഇവിടെ നടക്കൂല എന്ന് പറയാനുള്ള മനസ്സെങ്കിലും കാണിക്ക്. അല്ലാഹുവേ, ഉലൈക കതബ ഫീ ഖുലൂബിഹിമുൽ ഈമാൻ, ഹൃദയത്തിൽ ഈമാൻ എഴുതി വെച്ചവരിൽ ഞങ്ങളെ നീ പെടുത്തണേ അല്ലാ, ഞങ്ങളെ നീ പെടുത്തണേ അല്ലാ. ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോ ഈമാനുള്ള ഒരു മരണം തരണേ അല്ലാ. ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ് സംഘാടകർ ബക്കറ്റുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് ബക്കറ്റില്ലേ, ബക്കറ്റില്ല, ഇൻഷാ അല്ലാഹ് പെട്ടെന്ന് നടക്കണോ. അൽഹംദുലില്ലാഹ് അസ്സദഖത്തു റദ്ദുൽ ബലാ, സദഖ വിപത്തുകളെ തട്ടിക്കളയുമെന്ന് നബിയിനാ റസൂലുള്ളാഹി. സദക്ക വിപത്തുകളെ തട്ടിമാറ്റും, മാരകമായ രോഗങ്ങൾ, അപകടങ്ങൾ. ഞാനിപ്പോ ഇങ്ങോട്ട് വഴുതിന് വരുമ്പോ എന്റെ അടുത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, ഉസ്താദെ ഒരു കുട്ടിക്ക് സുഖമില്ല, ഒരു കുട്ടിക്ക് സുഖമില്ല, ദുആ ചെയ്യണം. ഇപ്പൊ ഞാൻ വണ്ടി കയറുമ്പോ ഒരു പിതാവ് ഒരു ആറ് വയസ്സും കണ്ടിട്ട് ഒരു കുഞ്ഞിന്റെ ഫോട്ടോ കൊണ്ടുവന്ന് കാണിച്ചു തന്നു. ഉസ്താദെ ബോധമില്ലാതെ കിടക്ക, കണ്ണ് മാത്രം ഇങ്ങനെ തുറക്കുന്നുണ്ട്, മാസങ്ങളായിട്ട് ഇങ്ങനെ കണ്ടപ്പോ സങ്കടം തോന്നി. ഇവിടെ ചിരിച്ചും കളിച്ച് നടക്കേണ്ട ഒരു പൊന്നുമോള്, 6 വർഷമേ ആയുള്ളൂ. ആ പൊന്നുമോള് വല്ലാത്തൊരു പ്രയാസത്തിൽ കിടക്കുന്നു. അല്ലാഹുവേ, ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് ആ പൊന്നുമോളെ നീ രക്ഷപ്പെടുത്തണേ അല്ലാ. അല്ലാഹുവേ, നീ രക്ഷപ്പെടുത്തണേ പടച്ചവനെ. എല്ലാവരും അൽഹംദുലില്ലാഹ്, ചെറുതും വലുതും ഒന്നുമല്ല, ഈ കിടക്കുന്നത് അല്ലാഹു ഇഷ്ടപ്പെട്ട ഒരു മഹാന, നഷ്ടമാകില്ല, വെറുതെയാകില്ല. മനസ്സിന്റെ ഉള്ളിലെ നിയ്യത്തുകൾ കരുതിയിട്ട് അല്ലാ, എന്റെ ശരീരത്തിൽ എവിടെയെങ്കിലും മാരകമായ ഏതെങ്കിലും രോഗത്തിന്റെ അണുക്കൾ ഉണ്ടെങ്കിൽ അല്ലാഹുവേ സദഖ കൊടുക്കുകയാ, ഞാൻ ചികിത്സിക്കുകയാ, എന്റെ രോഗം മാറ്റിത്തരണം എന്ന നല്ല ഒരു നിയ്യത്തോടെ ഇൻഷാ അല്ലാഹ് എല്ലാവരും ബക്കറ്റുമായിട്ട് പോകുന്നവര് ബക്കറ്റുമായിട്ട്
ബക്കറ്റുമായിട്ട് പോകുന്നവർ ഇത്തിരി സമാധാനത്തിൽ പോവാ ഇൻഷാ അല്ലാഹ്. എന്നാ പാപ്പാ ബിസ്മില്ലാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. 8 മാസമായി ജയിലിൽ കഴിയുന്ന ഒരാൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുള്ള അല്ലാഹു മോചനം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരും ഒന്ന് പോക്കറ്റ് കൈയിട്ടോ, നഷ്ടമാകത്തില്ല. അപകടങ്ങൾ, ദുരന്തങ്ങൾ, മാരകമായ രോഗങ്ങൾ എല്ലാം ഈ ഇടുന്ന 10 രൂപ നിന്റെ കയ്യിലുള്ളതിട്ടാ മതി. നീ ലക്ഷക്കണക്കിനൊന്നും ഇടണ്ട, ഉള്ളതിട്ടാ മതി. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. 3 സ്വലാത്ത് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹുവേ ഈ പറഞ്ഞ സ്വലാത്തിന്റെ ബർക്കത്ത് കൊണ്ട് പടച്ചവനെ ആരെല്ലാം അവരുടെ കയ്യിലുള്ളതിലൊരു വിഹിതമാ ബക്കറ്റിന്റെ കത്തിടുന്നു, പടച്ചവനെ സ്വീകരിക്കണേ അല്ലാ. മാരകമായ അറുത്തു മുറിക്കുന്ന രോഗങ്ങളെ തൊട്ട് നീ കാക്കണേ അല്ലാ. എന്റെ പ്രിയപ്പെട്ടവര്, അതാ അബൂബൈദ എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ മനസ്സൊന്ന് വേദനിച്ചപ്പോ 7 ആകാശം കടന്ന് പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുമായി മുകറബുൽ അംലാഖു മലക്കു ജിബ്രീൽ അലൈഹിസ്സലാം അവിടെ ഇറങ്ങി വരികയാണ്. ആ ചെറുപ്പക്കാരനെ കുറിച്ചാണ് ഉമർ തങ്ങൾ പറഞ്ഞത്. ഇതുപോലെയുള്ള ചെറുപ്പക്കാർ ഈ വീടിന്റെ അകത്തുണ്ടായിരുന്നെങ്കിൽ എത്രയോ നല്ലതായിരുന്നു. രണ്ടാമത് പറഞ്ഞ സ്വഹാബി ആരാ? സഅദ് ഇബ്നു അബീ വഖാസ്. സഅദ് ഇബ്നു അബീ വഖാസ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ആരാണെന്നറിയുവോ? പഠിക്കടാ പൊന്നുമോനെ. ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ചെറുപ്പക്കാര് പഠിക്കേണ്ട കാര്യമാണ്. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകനെ കുറിച്ച് കേൾക്കുകയാണ്, നബിതങ്ങളെ കുറിച്ച് കേൾക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകനെ കാണാൻ ഒളിച്ചും പാത്തും പോവുകയാണ്. നബിതങ്ങളുടെ മുമ്പിലേക്ക് കടന്നു ചെന്നു. സഅദ് ഇബ്നു അബീ വഖാസ് നബിതങ്ങളോട് ചില ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് മറുപടി പറഞ്ഞു കൊടുത്തു. സഅദ് ഇബ്നു അബീ വഖാസ് ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ്. അവിടുന്ന് മുസ്ലിമാവുകയാണ്. എന്നിട്ട് തന്റെ വീട്ടിലേക്ക് കടന്നു വന്നിട്ട് പറഞ്ഞു, ഉമ്മാ ഞാൻ മുസ്ലിമായുമ്മ, ഞാൻ മതം മാറിയുമ്മ. സഅദ് ഇബ്നു അബീ വഖാസിന്റെ ഉമ്മ പറഞ്ഞു, മോനെ മര്യാദയ്ക്ക് പഴയ മതത്തിലേക്ക് തന്നെ തിരിച്ചു വരണം, പഴയ ആദർശത്തിലേക്ക് നീ തിരിച്ചു വരണം, ഈ പുതിയ മതം നീ ഉപേക്ഷിക്കണം. പടച്ചവനെ, സഅദ് ഇബ്നു അബീ വഖാസ് എന്ന് പറയുന്ന സ്വഹാബി അവിടെ നിന്ന് മിണ്ടാതെ നടക്കുകയാണ്. വലിയ പരിഗണനയൊന്നും കൊടുത്തില്ല. നേരം വെളുക്കുമ്പോ എഴുന്നേറ്റ് നബിതങ്ങളുടെ മുമ്പിൽ പോകും, ഇൽമു പഠിക്കുകയാണ്. പടച്ചവനെ, സാധാരണ രീതിയിൽ ഇങ്ങനെ ജീവിതം നയിക്കുകയാണ്. കുടുംബക്കാര് മുഴുവനും അറിയുകയാണ്. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് മുസ്ലിമായെന്നറിയുമ്പോ ഉമ്മ പറഞ്ഞു മതം മാറണം. സഅദ് ഇബ്നു അബീ വഖാസ് പറഞ്ഞു, ഞാൻ മതം മാറൂല. ഉമ്മാന് വല്ലാത്ത വാശിയായി, ഉമ്മയ്ക്ക് വല്ലാത്ത വാശിയായി. ഉമ്മ പറഞ്ഞു, നീ മതം മാറാതെ ഇനി ഞാൻ ഭക്ഷണം കഴിക്കൂല. ഇനി നീ മതം മാറാതെ ഞാൻ ഭക്ഷണം കഴിക്കൂല. ഇനി മതം മാറാതെ നിന്റെ ഉമ്മ വെള്ളം പോലും കുടിക്കൂല. ഞാൻ സത്യാഗ്രഹം തുടങ്ങുകയാണ്. ഉമ്മ സത്യാഗ്രഹം തുടങ്ങുകയാണ്. സഅദ് ഇബ്നു അബീ വഖാസ് വലിയ കാര്യമൊന്നുമാക്കിയില്ല. വിശക്കുമ്പോ ഭക്ഷണം കഴിക്കുമല്ലോ, ദാഹിച്ച വെള്ളം കുടിക്കുമല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിലേക്ക് പോകും, ഇൽമു പഠിക്കും, തിരിച്ചു വരും. തന്റെ ഉമ്മ പട്ടിണി ഇരിക്കുന്നത് കണ്ടപ്പോ സഅദ് ഇബ്നു അബീ വഖാസ് തങ്ങൾ വെള്ളവുമായിട്ട് മാതാവിന്റെ അടുത്ത് പോയി, കഴിക്കുമ്മ, കുടിക്കുമ്മ. അതാ ഉമ്മ പറഞ്ഞു, നീ മതം മാറാതെ ഞാൻ കുടിക്കൂല. വാശി കാണിക്കല്ലേ ഉമ്മ, വാശി കാണിക്കല്ലേ ഉമ്മ. എത്ര പറഞ്ഞിട്ടും തന്റെ മാതാവ് ഭക്ഷണം കഴിക്കുന്നില്ല, തന്റെ മാതാവ് വെള്ളം കുടിക്കുന്നില്ല. പടച്ചവനെ, അങ്ങനെ നബിതങ്ങളുടെ ചാരത്തു നിൽക്കുമ്പോ കുടുംബക്കാര് വന്നിട്ട് പറഞ്ഞു, സഅദേ, നിന്റെ ഉമ്മ വല്ലാത്ത
പറ്റാത്തൊരവസ്ഥയിലാണ്. ഭക്ഷണം കഴിക്കാതെ വെള്ളം കുടിക്കാതെ നിന്റെ ഉമ്മ തളർന്നു കിടക്കുകയാണ്. സഅദ് ഇബ്നു അബീ വഖാസ് തങ്ങൾ മാതാവിന്റെ ചാരത്തേക്ക് കടന്നു ചെന്നു. ഉമ്മ വെള്ളം കുടിക്കുമ്മ, ഉമ്മ ഭക്ഷണം കഴിക്കുമ്മ. ഇല്ലടാ മോനെ, മതം മാറാതെ ഞാൻ എന്തായാലും ഭക്ഷണം കഴിക്കൂല. ഉമ്മാന് വല്ലാത്ത വാശിയാണ്. ഉമ്മ, നിങ്ങൾ എത്ര പറഞ്ഞാലും ഞാൻ മതം മാറൂല. എന്നെ എത്ര സമ്മർദ്ദത്തിലാക്കിയാലും ഞാൻ മതം മാറൂല. ഉമ്മ പറഞ്ഞു, സഅദേ, ഞാൻ മരിച്ചു പോയാ എല്ലാവരും പറയും നീ ഉമ്മാനെ കൊന്നവനാണെന്ന്, നീ മാതാവിനെ കൊന്നവനാണെന്ന്. നാട്ടുകാര് മുഴുവനും നിന്നെ കാണുമ്പോ പറയും, സഅദേ, മര്യാദയ്ക്ക് മതം മാറടാ. സമ്മർദ്ദത്തിലാക്കുകയാണ്, സമ്മർദ്ദത്തിലാക്കുകയാണ്. ഇതുപോലെയാണ് നമ്മുടെ വീടുകളിൽ പല കാര്യങ്ങളും വരുമ്പോ ഭാര്യയും മക്കളും കൂടപ്പുറപ്പുകളും നമ്മളെ സമ്മർദ്ദത്തിലാക്കുകയാണ്. വീടിന്റെ പണി ചെയ്യണമല്ലോ, പൈസയില്ലെങ്കിൽ ലോൺ എടുക്കാം, പലിശക്കെടുക്കാം. അല്ലാഹുവേ, അതൊക്കെ നിസാരമായി കാണുകയാണ്. കുടുംബക്കാര് സമ്മർദ്ദത്തിലാക്കുകയാണ്. മഹാനായ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു അവിടെ ഇറങ്ങി പോവുകയാണ്. നബി തങ്ങളുടെ മുമ്പിൽ ഇരിക്കുമ്പോ കുടുംബക്കാര് പറഞ്ഞു, സഅദേ, നിന്റെ ഉമ്മ സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുകയാ. പട്ടിണി കിടന്നിട്ട് നിന്റെ ഉമ്മ മരിക്കാൻ പോവുകയാണ്. തൊണ്ട വറ്റി വരണ്ടിട്ട് നിന്റെ ഉമ്മ മരിക്കാൻ പോകുന്നടാ സഅദ്. പോയി നോക്കടാ സഅദ്, പരിഹരിക്കടാ സഅദ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ നബി തങ്ങൾ പറഞ്ഞു, ക്ഷമിക്കൂ സഅദ്, ക്ഷമിക്കൂ സഅദ്. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു മാതാവിന്റെ ചാരത്തേക്ക് കടന്നു ചെല്ലുകയാണ്. ഉമ്മാടെ ചാരത്തേക്ക് കടന്നു ചെല്ലുകയാണ്. ആ സമയത്തിന്റെ പ്രിയപ്പെട്ട സഹോദരാ, സഅദ് ഇബ്നു അബീ വഖാസ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ മരണത്തോട് മല്ലടിച്ചുകൊണ്ട് കിടക്കുന്ന മാതാവിന്റെ ചാരത്തേക്ക് ഭക്ഷണവും വെള്ളവുമായിട്ട് കടന്നു ചെന്നു. കഴിക്കുമ്മ, ഉമ്മ കഴിക്കുമ്മ, വെള്ളം കുടിക്കുമ്മ, മരിച്ചാലും കുടിക്കില്ലടാ. നീ മതം മാറാകാ, നീ മതം മാറാതെ ഞാൻ വെള്ളം കുടിക്കൂല, ഞാൻ ഭക്ഷണം കഴിക്കൂല. ഉമ്മ വാശിയിൽ പറയുമ്പോ സഅദ് ഇബ്നു അബീ വഖാസ് പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ഉമ്മാ, എനിക്ക് നിങ്ങളെ വല്ലാത്ത ഇഷ്ടമാ, എനിക്ക് നിങ്ങളോട് വല്ലാത്ത സ്നേഹമാ. പക്ഷേ നിങ്ങളെക്കാളും സ്നേഹം അല്ലാഹുവോടാ ഉമ്മ, നിങ്ങളെക്കാളും സ്നേഹം നബിയോടാ ഉമ്മ. ഉമ്മ, നിങ്ങൾ എന്റെ കണ്ണിന്റെ മുമ്പിൽ കിടന്നിട്ട് ഒരു പ്രാവശ്യമല്ല 100 പ്രാവശ്യം ഇതുപോലെ പട്ടിണി കിടന്നിട്ട് ഞാൻ മുസ്ലിമായതിന്റെ പേരിൽ മതം മാറിയില്ലെങ്കിൽ പട്ടിണി കിടന്നു മരിക്കുമെന്ന് പറഞ്ഞ് സത്യാഗ്രഹം കിടക്കുകയാണ്. ഒരു പ്രാവശ്യമല്ല 100 പ്രാവശ്യം ഇതുപോലെ പട്ടിണി കിടന്ന് എന്റെ മുമ്പിൽ കിടന്നു മരിച്ചാലും ഉമ്മാ, എനിക്ക് അല്ലാഹുവാണ് വലുത്, എനിക്ക് നബിതങ്ങളാണ് വലുത്, എനിക്ക് അല്ലാഹുവിന്റെ ദീനാണ് വലുത് എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ മാതാവിനോട് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നിങ്ങൾ എന്റെ കണ്ണിന്റെ മുമ്പിൽ കിടന്നു മരിച്ചാലും അല്ലാഹുവിന്റെ ദീനിനെതിരായി ഞാൻ ഒന്നും ചെയ്യില്ല, അല്ലാഹുവിന്റെ ദീൻ ഞാൻ വലിച്ചെറിയൂല എന്ന് പറഞ്ഞ സഅദ് ഇബ്നു അബീ വഖാസ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ പറഞ്ഞു എന്ന് എന്റെ പ്രിയപ്പെട്ടവരെ ചരിത്രം പറയുമ്പോ ഈ സദസ്സിലിരിക്കുന്നവരോട് ചോദിക്കട്ടെ, മക്കളെ, അല്ലാഹുവിന്റെ ദീനിന്റെ നിയമങ്ങൾ ഞാനും നിങ്ങളും കാറ്റിൽ പറത്തുകയാണ്. നമുക്കിന്ന് നിസ്സാരമാണ്, നമ്മൾ പരിഹസിക്കുകയാണ്. എടാ, മറ്റുള്ളവര് ചെയ്യുന്നത് പോലെയല്ല, നമ്മൾ തന്നെ ചെയ്യുന്നത് എന്തൊക്കെയാണ്. റബ്ബേ, സങ്കടം തോന്നാറുണ്ടല്ലോ എന്റെ പ്രിയപ്പെട്ട സഹോദരാ. ഓരോ ദിവസവും രാവിലെ പത്രമെടുത്ത് നോക്കുമ്പോ സങ്കടപ്പെടുത്തുന്ന വാർത്തകളാണ്. പഠിച്ചവനെ MDMA പിടിച്ചിരിക്കുന്നത്, അതാ കഞ്ചാവുമായിട്ട് പിടിച്ചിരിക്കുന്നത്, ഫോട്ടോ സഹിതം വന്നിരിക്കുകയാണ്. എത്ര മുസ്ലിം ചെറുപ്പക്കാരാ, എത്ര
എത്ര മുസ്ലിം ചെറുപ്പക്കാരാ എന്തൊക്കെ തോന്നിവാസങ്ങളാ കാണിക്കുന്നത്. അള്ളാഹുവിന്റെ ദീനിനെ മറ്റുള്ളവരുടെ മുമ്പിൽ നാണം കെടുത്തുകയാണ്. അള്ളാഹുവിന്റെ ദീനിനെ മോശക്കാരാക്കുകയാണ്. നമ്മൾ തന്നെ അള്ളാഹുവിന്റെ ദീനിനെ നാണം കെടുത്തുന്നടോ. പരിശുദ്ധമായ ദീനിന്റെ നിയമങ്ങൾ കാറ്റിൽ പറത്തുകയാണ്. ഇന്ന് പരിഹാസമാണ്. എത്ര വഅദ് പറഞ്ഞാലും ഇന്നത്തെ ചെറുപ്പക്കാര് പറയുകയാ, ഉസ്താദേ നിങ്ങളൊക്കെ എത്ര വഅദ് പറഞ്ഞിട്ടും കാര്യമില്ല, ഞങ്ങൾ നന്നാകില്ല, ഞങ്ങൾ മാറൂല. പടച്ചവനെ എന്തൊക്കെ വൃത്തികേടുകളാ സഹോദരാ. പടച്ചവനെ നമുക്ക് സഹിക്കാൻ കഴിയാത്ത കാഴ്ചകളാണ് കാണുന്നത്. മംഗലാപുരത്തുകൂടെ രാത്രി സഞ്ചരിച്ചു പോകുമ്പോ സങ്കടം തോന്നാറുണ്ടോ? അടുത്ത സമയത്ത് പടച്ചവര് ഞാനും അപറാരിയും പടച്ചവര് അതാ ഹമീദൊക്കെയുണ്ട് വഴുത കഴിഞ്ഞിട്ട് വരികയാണ്. മംഗലാപുരത്ത് എവിടെയോ വഴുതിന് വരികയാണ്. വെളുപ്പാങ്കാലത്ത് 2 മണി കഴിഞ്ഞു. വെളുപ്പാങ്കാലം 2 മണിയായി. ഉസ്താദേ ഉറക്കം വരുന്ന ഒരു ചായ കുടിക്കാൻ ഈ മംഗലാപുരത്തിന്റെ പരിസരത്തുള്ള ഒരു കടയിലേക്ക് വെളുപ്പാങ്കാലത്ത് 2 മണിക്ക് കേറുമ്പോ സുബ്ഹാനല്ലാഹ് സങ്കടം തോന്നുന്നടോ. കാണുന്ന കാഴ്ചകൾ കാണുമ്പോ ഉച്ചയ്ക്ക് 2 മണിക്കല്ല, വെളുപ്പാങ്കാലത്ത് 2 മണിക്കൊരു കടയ്ക്കകത്ത് കയറുമ്പോ അവിടെ ഇരിക്കുന്നത് മുഴുവനും 20 വയസ്സിന്റെ താഴെ പ്രായമുള്ള ചെറുപ്പക്കാരാ. 25 വയസ്സിന്റെ താഴെ പ്രായമുള്ള ആൺകുട്ടികളും പെൺകുട്ടികളും. പടച്ചവരെ അവര് കളിയും തമാശയുമാണ്. തോളത്ത് കൈയിട്ടിരിക്കുന്നവർ, മടിയിൽ കയറിയിരിക്കുന്നവർ. പടച്ചവനെ എന്തൊരു സങ്കടം തോന്നുകയാണ്. പണ്ടൊക്കെ ഉസ്താദന്മാരെ കാണുമ്പോ ഒരു ബഹുമാനമുണ്ടായിരുന്നു. ഇന്ന് ചലിക്കുന്നില്ലടോ. ഉസ്താദാണ് മുമ്പിലിരിക്കുന്നതെങ്കിൽ തലകിട്ടിരിക്കുന്ന ഷാളൊന്ന് മാറ്റുകയാണ്. അടുത്തിരിക്കുന്നവന്റെ മടിയിൽ കയറിയിരിക്കുകയാണ്. ആരെ തോൽപ്പിക്കാനാണ്, ആരെ പരാജയപ്പെടുത്താനാണ്. ഫർദയും ഹിജാബും ധരിച്ചുകൊണ്ട് കാണിക്കുന്ന പേക്കൂത്തുകളുണ്ടല്ലോ. അല്ലാഹുവേ, കാസർഗോഡ് സിനിമാ തിയേറ്ററിന്റെ ഉള്ളിൽ സിനിമ നടന്നുകൊണ്ടിരിക്കുമ്പോ അതിനകത്ത് ദുആ ചെയ്യുമ്പോ ഫർദയിട്ട പെൺകുട്ടികൾ കേറിയിരുന്ന ആമീൻ പറയുകയാണ്. അത് വീഡിയോ പിടിക്കുകയാണ്, ഷെയർ ചെയ്യുകയാണ്, ദീനിനെ നാണം കെടുത്തുകയാണ്. എന്റെ പ്രിയപ്പെട്ട മുസ്ലിം പെണ്ണേ, ഇത് അല്ലാഹുവിന്റെ ദീനാ മോളെ. ബദറിലും മുഹദിലും ഹന്തക്കിലും ഖൈബറിലും തബൂക്കിലും യർമൂക്കിലുമല്ല ഒരുപാട് പേര് അവരുടെ ജീവിതം അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനിന് വേണ്ടി കൊടുത്തിട്ട് അവര് പടുത്തുയർത്തിയ പരിശുദ്ധമായ ദീനുണ്ടല്ലോ, ആ ആദർശമുണ്ടല്ലോ. നിനക്കൊക്കെ ചവിട്ടി തേക്കാനുള്ളതല്ല, നിനക്ക് കളിയാക്കാനുള്ളതല്ല. എന്തു വേണമെങ്കിലും കാണിക്കടാ ചെറുപ്പക്കാരാ. പെങ്ങളെ, എന്തു തോന്നിവാസം വേണമെങ്കിലും നിങ്ങൾ കാണിച്ചോ. ഈ രാജ്യത്ത് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാം, ഇഷ്ടമുള്ളത് തിന്നാം, ഇഷ്ടമുള്ളത് പോലെ നടക്കാം. ഈ രാജ്യത്ത് എല്ലാത്തിനും നിനക്ക് സ്വാതന്ത്ര്യമുണ്ട്. എന്തിനാ ഫർദയിടുന്നത്? എന്തിനാ മക്കളെ ഫർദയിടുന്നത്? ആ ഫർദയിട്ടുകൊണ്ട് ഈ പരിശുദ്ധമായ ദീനിനെ നാണം കെടുത്തുന്നത് എന്തിനാണ്? എടാ ചെറുപ്പക്കാരാ, നീ ഒരു മുസ്ലിം അല്ലേടാ പൊന്നുമോന്. പടച്ചവനെ, ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന മുസ്ലിമീങ്ങളെ കാണുമ്പോ മറ്റുള്ളവർക്ക് ഭയമാടോ, മറ്റുള്ളവർക്ക് പേടിയാടോ? മുസ്ലിമിന്റെ കൂടെ കൂട്ടുകൂടാൻ പാടില്ല എന്ന് പറയുന്ന കാലത്താ ഇന്ന് മുസ്ലിം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പേടിയാ. ഇവിടെ പണ്ട് നമുക്കൊരു കാലമുണ്ടായിരുന്നു എന്റെ പ്രിയപ്പെട്ടവരെ, മറ്റുള്ള മതവിശ്വാസികൾ നമ്മുടെ കൂടെ നടന്നിരുന്ന ഒരു കാലം. അവരുടെ വീട്ടിലൊരു പരിപാടി വന്നാൽ ഭക്ഷണം കൊണ്ടുതരും. എന്തൊരു സന്തോഷത്തോടെ നമ്മൾ നടന്നിരുന്നൊരു കാലം. ഇന്ന് നോക്കിക്കേ, മുസ്ലിമിന്റെ കൂടെ നടക്കരുത് എന്ന് പറയുന്നു. എന്തുകൊണ്ട്? നമ്മുടെ ജീവിതം അങ്ങനെ ആയിപ്പോയടോ. നമ്മുടെ സ്വഭാവം അങ്ങനെയായിപ്പോയി. നമ്മൾ തന്നെ പരിശുദ്ധമായ ദീനിനെ നാണം കെടുത്തുന്നു. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഉറക്കപ്പുറം അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ ഈമാൻ മരിക്കുവോളം അള്ളാഹു നമ്മുടെ ഹൃദയത്തിൽ ഉറപ്പിച്ചു തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ തന്നെ നമ്മുടെ ദീനിനെ നാണം കെടുത്തുന്നു. മുസ്ലിമീങ്ങൾ തന്നെ. അള്ളാഹു ഉമ്മത്തിനെ കാക്കുമാറാകട്ടെ.